പാലിയേറ്റീവ് കെയറിന്റെ പേരിൽ വ്യാജ പിരിവുകാർ. മലപ്പുറം പരിസരങ്ങളിൽ വീടുകളിൽ കറങ്ങുന്നതായി പരാതി. മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന പേരിൽ വ്യാജ പിരിവുകാർ ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇരുമ്പുഴി ഭാഗത്ത് നിന്നാണ് ഇവരിൽ ചിലരെ പിടികൂടിയത്. വീട്ടുകാർക്ക് സംശയം തോന്നിയപ്പോൾ നോട്ടീസിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു നോക്കി. രണ്ടും ഇതുമായി ബന്ധപ്പെട്ട നമ്പറല്ല. ഇവരെ പിടികൂടിയ നാട്ടുകാരുടെ വിശദീകരണം കേൾക്കാം. നാട്ടുകാരെ, പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരെ, മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന നോട്ടീസും അതുപോലെ പിരിവിന് വേണ്ടി ഒരു കാർഡില് GHSS കോട്ടപ്പടി സമൂഹം ക്ലബ്ബ് എന്ന പേരില് ഒരു കുട്ടി പിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആനക്കയം പഞ്ചായത്തിലെ ഇരുമ്പുഴി ഭാഗത്താണ് ഇങ്ങനെ ഒരു പിരിവ് നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തോ അല്ലെങ്കിൽ മലപ്പുറം ഭാഗം കേന്ദ്രീകരിച്ചോ ഇങ്ങനെ ഒരു വ്യാജ പിരിവ് നടക്കുന്നത് വിവരം എല്ലാ ആളുകളെയും അറിയിക്കുകയാണ്. ഈ പിരിവുമായി മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന ഒരു യഥാർത്ഥ സ്ഥാപനമോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയോ അല്ലെങ്കിൽ മലപ്പുറം പാലിയേറ്റീവ് കെയറോ ആനക്കയം പാലിയേറ്റീവ് കെയറോ അല്ലെങ്കിൽ ഈ സ്കൂളുമായി കേന്ദ്രീകരിച്ച് ഒരു യഥാർത്ഥ പിരിവോ അല്ല. ഇത് വ്യാജ പിരിവാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പിരിവിൽ പെട്ടുപോകരുത് എന്നുള്ളത് എല്ലാ ആളുകളെയും അറിയിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലും പാസ് ചെയ്ത് യഥാർത്ഥ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പിരിക്കുന്ന പിരിവും ഇതുമായി യാതൊരു ബന്ധമില്ലെന്ന് അറിയിക്കുകയാണ്. ഇന്നലെ ഇരുമ്പുഴി ഭാഗത്ത് ഇങ്ങനെ ഒരു പിരിവ് വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ പാലിയേറ്റീവ് ഉണ്ട്, ഞങ്ങൾ ഇവിടെ കൊടുക്കലെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ തോന്നിയപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വിട്ടേക്കണ്. അപ്പോൾ ഇവർക്കത് കുട്ടീനെ പിടിച്ച് ചോദ്യം ചെയ്ത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതിൽ വെച്ചിട്ടുള്ള നമ്പർ ഒന്ന് അസിസ്റ്റന്റ് DMO ഷിബിലാൽ സാർ നമ്പറാണ്. അത് ഇതേപോലെ പാലിയേറ്റീവ് കെയർ സെന്റർ മലപ്പുറം അടിക്കുമ്പോൾ നെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അത് വെച്ചിട്ട് നോട്ടീസിൽ കൊടുത്താണ്. മറ്റേ നമ്പർ വ്യാജമാണ്. പിന്നെ 2 സ്കൂളായിട്ട് കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിച്ചു നോക്കി മാഷന്മാരോട്. അപ്പോൾ അവരും ഇതേപോലെ രീതിയിൽ കാർഡ് വിതരണം ചെയ്ത് കുട്ടികളെ വിട്ടിട്ടില്ല.